പരിയാരത്തെ നവജാത ശിശുവിന്റെ കാലിൽ സൂചി കയറി പഴുപ്പ് വരാനിടയായ സംഭവം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിവേദനം നൽകി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും നവജാത ശിശുവിന്റെ കാലിൽ സൂചി കയറി പഴുപ്പ് വരാനിടയായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിന്റെ നേതൃത്വത്തിൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിവേദനം നൽകി. ഇത്രയും അനാസ്ഥയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശുപത്രിയായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാറിയെന്ന് എൻ ഹരിദാസ് പറഞ്ഞു. ഇത്രയും അനാസ്ഥയോട് കൈകാര്യം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായി നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. വലിയൊരു ഏകദേശം 3.7 സെന്റിമീറ്റർ നീളമുള്ള 1.5 ഇഞ്ച് നീളമുള്ള നീഡിൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും ഇത്രയും അനാസ്ഥ ഇവിടുന്ന് ഉണ്ടായിട്ട് പോലും അവിടുന്ന് കണ്ടെത്താൻ സാധിക്കാതെ വീണ്ടും ആന്റിബയോട്ടിക് കൊടുത്ത് ഈ 28 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചെയ്തിട്ടുള്ളത്. രണ്ടാം തവണയും പഴുപ്പ് കൂടിയപ്പോൾ ആന്റിബയോട്ടിക് നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായത്. 1.5 ഇഞ്ച് നീളമുള്ള സൂചിയുടെ കഷ്ണം കുഞ്ഞിന്റെ കാലിലുണ്ടായിട്ടും ആശുപത്രിയിലെ ഡോക്ടർക്കോ നഴ്സിനോ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇത്രയും നിരുത്തരവാദപരമായ കാര്യമുണ്ടായിട്ടും ഒരു പ്രാഥമിക അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താൻ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടായില്ല. ഗുണമേന്മയുള്ള സർജിക്കൽ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുള്ളതുകൊണ്ട് അവർ വിതരണം നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഗുണനിലവാരമില്ലാത്ത സർജിക്കൽ വസ്തുക്കൾ വാങ്ങുന്നതാണ് ഇത്തരത്തിൽ അപകടത്തിനിടയാക്കുന്നത്. സംഭവത്തിൽ നിവേദനം നൽകിയിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ, ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ കെ.ജി, ജില്ലാ കമ്മിറ്റി അംഗം രമ സനൽകുമാർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രസന്ന മുളപ്ര, സ്വരാജ് TV എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.